ഏപ്രിൽ 15 വിശുദ്ധവാരത്തിലെ ചൊവ്വാഴ്ച. യോഹന്നാൻ 13:21 മുതൽ 33 വരെയും 36 മുതൽ 38 വരെയും വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രാരംഭ വാക്കുകൾ ഇതാണ്: യേശു അത്യധികം ദുഃഖാർത്തനായി. തൻ്റെ പ്രിയപ്പെട്ടവരും ഉറ്റവരുമായ ഒരു സുഹൃത്ത് ഉടൻ തന്നെ ഒറ്റിക്കൊടുക്കുകയും റോമാക്കാർക്ക് ഏൽപ്പിക്കുകയും ചെയ്യുമെന്നറിഞ്ഞപ്പോൾ യേശു ദുഃഖിക്കുകയും നിരാശപ്പെടുകയും ചെയ്തു. ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ മറ്റു ശിഷ്യന്മാരെല്ലാം ഞെട്ടിപ്പോയി. അവർ പരസ്പരം നോക്കി. യേശു പറയുന്നത് അവർക്ക് വിശ്വസിക്കാനായില്ല. അവരെല്ലാം യേശുവിനെ സ്നേഹിച്ചു. അവർ യേശുവിൻ്റെ അനുയായികൾ മാത്രമല്ല, അവൻ അവരുടെ സുഹൃത്തും ഉപദേഷ്ടാവും ആയിരുന്നു. അവരിൽ ആരും തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അവർ കരുതിയില്ല. അവർ പരസ്പരം നോക്കാൻ തുടങ്ങി. സ്വയം ചോദിച്ചു, അത് പത്രോസ് ആയിരിക്കുമോ? തീർച്ചയായും അല്ലായിരിക്കാം. ഒരുപക്ഷെ ആൻഡ്രൂ, തോമസ്, യൂദാസോ? ഇവരെല്ലാം തങ്ങളുടെ കുടുംബങ്ങളെയും ഉപജീവന മാർഗങ്ങളെയും സുഹൃത്തുക്കളെ ഉപേക്ഷിച്ച് ഈ യേശുവിനെ അനുഗമിച്ചവരാണ്. അവരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു വിശ്വസിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങളെ എപ്പോഴെങ്കിലും ഒരു സുഹൃത്തോ കുടുംബാംഗമോ സഹപ്രവർത്തകനോ അയൽക്കാരനോ ഒറ്റിക്കൊടുത്തിട്ടുണ്ടോ? വഞ്ചന ഭയാനകമാണ്. ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിൽ ഒന്നാണിത്. പ്രത്യേകിച്ച് നിങ്ങളെ ഒറ്റിക്കൊടുത്ത വ്യക്തി നിങ്ങൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരാളാണെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കരുതലുള്ള ഒരാളായിരുന്നെങ്കിൽ. എന്നാൽ യേശു പറഞ്ഞത് ഗൗരവമായി തന്നെയാണ്. തൻ്റെ പ്രിയപ്പെട്ടവരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് യേശു അനുഭവിച്ചിരിക്കാവുന്ന വികാരങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഈ അറിവ് യേശുവിൻ്റെ ഹൃദയത്തെ തകർത്തിരിക്കണം. എന്നിട്ടും താൻ ചെയ്യേണ്ടത് ചെയ്യാൻ അവൻ ദൃഢനിശ്ചയം ചെയ്തു. പിതാവ് തന്നോടൊപ്പമുണ്ടെന്ന് യേശുവിന് അറിയാമായിരുന്നു. ഇത് അവന് ശക്തി നൽകി. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മെയും വേദനിപ്പിച്ചിട്ടുള്ളവരുണ്ട്, നിരാശപ്പെടുത്തിയവരുണ്ട്. ഒരുപക്ഷെ നമ്മൾ സ്നേഹിച്ച ഒരാൾ നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കാം. വിശ്വാസവഞ്ചനയാലോ ഒറ്റിക്കൊടുക്കപ്പെടല മൂലം നാം തകർന്നിരിക്കുമ്പോൾ നമുക്ക് യേശുവിലേക്ക് തിരിയാൻ കഴിയുന്നത് എത്ര വലിയ സമ്മാനമാണ്. ജീവിതത്തിൽ നമ്മൾ എന്ത് അനുഭവിച്ചാലും യേശു നമുക്ക് മുമ്പേ ആ പാതയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. യേശു നമ്മെ അറിയുന്നു, സ്നേഹിക്കുന്നു, നമ്മോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ബോധപൂർവം യേശുവിനോടൊപ്പം ഈ പാതയിലൂടെ നടക്കാം. നമ്മുടെ രക്ഷകനും ദൈവത്തിനും വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഒരു കുറഞ്ഞ കാര്യമെങ്കിലും അതാണ്. എല്ലാവർക്കും ഈ വിശുദ്ധവാരത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.